ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെയ്ഡി ഗെയിമിങ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ വില്ലേജസ് ആണ്. അപ്പോൾ നമ്മളിന്ന് ഹാർഡ് കോർ ആണ് കളിക്കാൻ പോകുന്നത്. നമ്മൾ ഏകദേശം കുറേത്തോളം നമ്മൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഇൻവെൻറ്ററിയിൽ. അപ്പോഴാണ് ഞങ്ങൾ ഓർക്കുന്നത് വീഡിയോ എടുക്കണ്ടേന്ന്. പിന്നെ എൻ്റെ അനിയൻ പറയുന്നത് ഞാൻ എടുക്കാം. പക്ഷെ അവൻ ഈ ഇൻട്രോ ഒന്നും പറയാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അവനിങ്ങനെ കുറേ നേരം ഇങ്ങനെ എന്നൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അവൻ തന്നെ കൊടുക്കുമായിരുന്നു. എന്നാൽ അവന് കൊടുക്കാം. ഇനി അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എടുത്തോളാം. ഹലോ ഗായ്സ്, നമുക്കിന്ന് തുടങ്ങാം. ഇന്നത്തെ ഗോള് നമുക്ക് ഒരു വീടുണ്ടാക്കിയിട്ട് ഒരു അയൺ ഫാം പറ്റുവാണെങ്കിൽ ഉണ്ടാക്കും ഗായ്സ്. വീട് ഞാനാണ് ഉണ്ടാക്കുക. അത് ചേച്ചിയാണ് ഉണ്ടാക്കുക. ഓടെ ആയിക്കോട്ടെ. ഫുഡ് വെട്ടാൻ തുടങ്ങി. ഗ്രൈൻഡ് ചെയ്യണമാണ് എപ്പോഴും ഗായ്സ്. ഇനി കുറേ പണിയാണ്. ഞാൻ രണ്ട് സ്റ്റാക്ക് ഫുഡ് വെട്ടിയിട്ട് വിളിക്കാം. ഞാൻ 2 സ്റ്റാക്ക് ഫുഡ് വെട്ടിയിട്ട് വിളിക്കാം ഗായ്സ്. ടാറ്റാ. അപ്പോൾ ഗൈസ്, നമ്മൾ 2 സ്റ്റാക്ക് വുഡ് മൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ പണി തുടങ്ങാം. ഞാനൊരു സാപ്ലിങ് കരിയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത മരത്തിൻ്റെ ഒക്കെ വുഡ് ഇവിടെ തന്നെ നട്ട് വെക്കണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ 1000-5000 ബ്ലോക്കൊക്കെ പോയിട്ട് പിന്നെ മൈൻ ചെയ്യേണ്ടി വരും. 14 ഓക്ക് ലോഗിൻ്റെ മറ്റേ സാപ്ലിങ് കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്ക്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ നട്ട് വെക്കണം. ഓക്കെ, ഇനി ഈ ഒരു സാപ്ലിങ് കൂടെ നട്ട് കഴിഞ്ഞ് തീർന്നു. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം ഗൈസ് ഫസ്റ്റ്. അത് ഞാൻ അവനോട് പറയാൻ മറന്നുപോയി. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഒരു വലിയ കുഴിയാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഒരു കുഴിയാക്കി മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ മൊത്തം കുഴിയാക്കിയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. ഇനി നമുക്ക് വീടുണ്ടാക്കാനുള്ള ഒരു അടിപൊളി സ്ഥലം. കാരണം ഹാർഡ് കോറാണ് ഗൈസ്. ഇവിടെ ഇപ്പം തന്നെ വീടുണ്ടാക്കിയില്ലെങ്കിൽ ഇതെന്താ വില്ലേജറിൻ്റെ കൂട്ടമോ? ഇതെന്തോരം വില്ലേജർ ഇവിടെ. ഈ ഹേബേലൊന്നും ഇവൻ പൊളിച്ചില്ലേ? ഹേബേലൊക്കെ ഇല്ലാതെ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കാനാ? അയ്യോ എൻ്റെ അത് പൊടി നിൽക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതെടുത്ത് ഇതിലേക്കൊരു ഹോയും കൂടെ ഉണ്ടാക്കാം. അയ്യോ, ഞാനത് കുറേ ഹോയ ഉണ്ടാക്കി. ഏത് പോലീസുകാരനാണ് ഒരു അബദ്ധം സംഭവിക്കാത്തത്? നമുക്കിതൊക്കെ ഒരു കുഴിയിലിട്ട് മൂടാം. നമുക്ക് എന്നിട്ട് പറയാം. ഞാൻ അന്ന് പള്ളിയിൽ ധ്യാനത്തിന് പോയേക്കുമായിരുന്നു എന്ന് പറയാം. അപ്പോൾ എല്ലാവരും വിശ്വസിച്ചോളൂ ഗൈസ്. അവരെ കൊണ്ട് പൊതിയും മണ്ണ് കൊണ്ട് മൂടും. അതിനതുപോലെ ആയിരിക്കും ചെയ്തത്. ഇതിലൊക്കെ ഉണ്ട്. ഞാൻ ജാവ എഡിഷനാട്ടോ കളിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. ബട്ട് ജാവ എഡിഷൻ മൊബൈലിൽ കിട്ടും. അതും നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. അറിയില്ലാത്തവർ എന്താ മിണ്ടായിരിക്കില്ല. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല, ഗൂഗിളിലാണ് അവൈലബിൾ. അപ്പോൾ ജാവ എഡിഷൻ കളിക്കണം എന്നുള്ളവർ ഗൂഗിളിൽ പോയിട്ട് ജാവ എഡിഷൻ അടിച്ചു കൊടുത്താൽ മതി. അത് മറ്റേ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ഒക്കെ പടം വരുന്നത്, അത് നിങ്ങൾക്ക് എടുത്ത് കളിക്കാം. അത് ജാവ എഡിഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് ചെയ്യാം. എഴുന്നേക്കടാ. ഞാൻ കിടന്നുറങ്ങിയല്ലേ നേരം വെളുക്കത്തുള്ളൂ. നീ കിടന്നുറങ്ങി എന്തെങ്കിലും നടക്കൂ? അല്ല പിന്നെ
ബെഡ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ എനിക്കിനി വെക്കാനും പൊളിക്കാനൊക്കെ മടിയാണ് ഗൈസ്. അതിനൊക്കെ എന്തോ മടിയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സാണ് ഗൈസ്, ബെസ്റ്റ് ബഡീസാണ്. പക്ഷേ ഞാൻ ഇവനെ അടിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്നെ കൊല്ലുമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രശ്നം മാത്രമേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൂ. പിന്നെ ഇവൻ നമുക്ക് പൂവൊക്കെ തരും, അത് നമ്മുടെ ഒരു ഇതാണ്. ഞങ്ങൾ തമ്മിൽ ലവേഴ്സ് ഒന്നുമല്ല ഗൈസ്. നമ്മളൊരു പെണ്ണാണ്, എന്നാലും നമ്മൾ ലവേഴ്സ് അല്ല. മറ്റേ ഗോളത്തിനുമൊക്കെ താടിയും മുടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ. പിന്നെ ഈ ഒരു മൈൻക്രാഫ്റ്റിൽ വേർഷനൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്ന് ഇവിടെ ആയിട്ടൊരു വീട് 10-11 പേര്. നമ്മുടെ വീടിൻ്റെ പണി അങ്ങോട്ട് തീർന്നിട്ടുണ്ട്. പണി മൊത്തമായിട്ടൊന്നും തീർന്നിട്ടില്ല, കുറച്ച് തീർന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഗൈസ്. അങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ കുറച്ച് തുള്ളി പണിയും കൂടി ഉള്ളൂ നമ്മുടെ വീടിന്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീട് പൊളിപ്പനാവും. അപ്പോൾ പിന്നെ നമ്മുടെ കുറച്ച് പണി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡെക്കറേഷൻസാണ് ഗൈസ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാടായിട്ട് തോന്നിയിട്ടുള്ള ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഇതൊക്കെ മറയ്ക്കണം. അതുപോലത്തെ കുറച്ച് പണികളാണ് കേട്ടോ ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് വേറെന്തോ ഒരു ഫീൽ അടിക്കും ഇതിൽ കയറുമ്പോൾ. കുഞ്ഞു ഡെക്കറേഷൻസേ ഇനി ബാക്കിയുള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഡെക്കറേഷനും ബാക്കിയില്ല. പിന്നെ നമുക്ക് ഈ സ്വിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം. എന്നിട്ട് നമ്മുടെ വീട് എന്ന് പറഞ്ഞ് നടക്കുക. ഇനി നമുക്കൊരു ടോർച്ച് വേണം. അതിനാണ് ഗൈസ് പാട്. അത് നമ്മൾ വില്ലേജിൽ പോയി എടുത്തിട്ട് വരണം. അതെനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ സത്യം പറഞ്ഞാൽ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് കുറച്ച് ടോർച്ച് ആവശ്യമുണ്ട്. കാരണം ഇവിടെ ആയിട്ടും വെക്കാനൊരു ടോർച്ച് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അത് വീട്ടിൽ പോയി അവിടെ വില്ലേജിൽ പോയി എടുത്തിട്ടാണ്. നമ്മുടെ കയ്യിൽ കോളെന്ന് പറയുന്ന ഒരു തുള്ളി സാധനമില്ല. അപ്പോൾ നമ്മൾ അങ്ങ് പോയി എടുത്തിട്ട് വരണം. പിന്നെ എനിക്ക് ബാഗും ഭയങ്കരമായിട്ട് ഒഴിഞ്ഞ് കിടക്കുന്ന പോലെ തോന്നി. അതിനും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് റെഡിയാക്കണം. എന്നിട്ട് വേണം നമ്മൾ കുറേ ദൂരമാണ് വില്ലേജ്. നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ വില്ലേജസിനെ. അപ്പോൾ ഗൈസ് നമ്മൾ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വില്ലേജിലുള്ള സകലമാന ടോർച്ചും പൊള്ളിച്ചെടുക്കാം. സകലമാനം ഒന്നും വേണ്ട, ഇത്രയും മതി. നമുക്ക് അതൊക്കെ ധാരാളം ഗൈസ്. നമുക്ക് ലാൻഡേൺ ഉണ്ടാക്കണം എന്നുണ്ട്. ബട്ട് നമ്മുടെ അടുത്ത് അയണില്ല. നമ്മൾ പിച്ചക്കാരല്ലേ, അതുകൊണ്ട് നമ്മുടെ അടുത്ത് അയണൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പം തൽക്കാലം ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ ചെയ്യാം. നമ്മുടെ വീട് അങ്ങേ അറ്റത്താണ് ഗൈസ്. ഇവിടം വരെയൊക്കെ വില്ലേജറിനെ കൊണ്ടുവരാമെന്ന് പറയുന്നത് അങ്ങേ അറ്റം പാടാണ്. ബട്ട് നമ്മളെങ്ങനെയും കൊണ്ടുവന്നിരിക്കും. നമ്മൾ ഇച്ചിരി കൂടിയ ഇനങ്ങളാണ് ഗൈസ്. അതുകൊണ്ട് എന്തായാലും എൻ്റെ അനിയനായിരിക്കും വില്ലേജിനൊക്കെ കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. കാരണം ഇത് ഭയങ്കര പാട് പിടിച്ച പണിയാണ്. ഇനി നമ്മൾ അവിടം വരെ എത്തിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ബാഗും ഒക്കെ ഉണ്ടോ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടോ, അവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം. അതാണ് നമ്മുടെ റൂഫ്. എനിക്ക് തോന്നുന്നത് ഏലിയനെ പോലെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏലിയൻ്റെ പോലെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്കിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലുമൊക്കെ മാറ്റി വരുത്താൻ പറ്റുമോ നോക്കാമെന്ന്. നമ്മൾ ആരാണ് ചേഞ്ച് ആഗ്രഹിക്കാത്തത്? പുതിയുള്ള എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് പരസ്യം. ഞാൻ മറന്നുപോയി. അയ്യോ, ഇവിടെ നിന്ന് വെക്കണ്ട. ഇവിടെ വെച്ചാൽ ബോറായിപ്പോവും. നമുക്ക് ഇവിടെ ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് വെട്ടിയിട്ടേ, ഇവിടെ ആയിട്ടൊന്ന് വെട്ടിയിട്ട് നമുക്ക് ഇവിടെ ആയിട്ടൊരു ഗ്ലാസ് വെച്ച് കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ മൊത്തം എന്തോ
പ്ലെയിനായി കിടക്കുന്ന പോലെ ഉണ്ട് ഗൈസ്. എനിക്ക് ഫുള്ളായിട്ട് പ്ലെയിൻ ആൻഡ് ക്ലാക്ക് ആയി കിടക്കുന്ന പോലെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്തോ പോലെയായി. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നില്ലേ, പിന്നെ നമ്മൾ എന്തിനാണ് ഗൈസ്, എന്തിനാണ്? അതുകൊണ്ട് നമ്മൾ ഇവിടെയും കൂടി ഇങ്ങനെയൊക്കെ കൊണ്ടുവരണം നമുക്ക്. അതാണ് നമ്മുടെ ഒരു ഇത്. മനസ്സിലായല്ലോ? അതാണ് നമ്മുടെ ഒരു രീതി. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായെങ്കിൽ മതി. പിന്നെ നമ്മൾ ഇതൊന്ന് ചെയ്തിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. കാരണം നമുക്കൊരു രീതി വേണ്ടി ഗൈസ്. വൈൻഡപ്പ് ചെയ്യാം. ടെക്നോളജി ചെയ്യാൻ മറന്നു. ടെക്നോളജി ചെയ്യാൻ മറന്നുപോയി. അതും കൂടി ചെയ്തിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ടെക്നോളജി അത് ചെയ്യാൻ മറക്കരുത്. അതൊന്നും ചെയ്യാൻ മറക്കാൻ പാടില്ല. ഓക്കെ, ടെക്നോളജി ചെയ്യണ്ടേ? ടെക്നോളജി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതെടുത്തിട്ട് ഇതാക്കാം. ടെക്നോളജി ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ടെക്നോളജി ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ടെക്നോളജി. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ടെക്നോളജി. അപ്പോൾ ഗൈസ് നമുക്കുള്ളിൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ. എന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.